എന്താണ് വയലൻസ് ആണെന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മുടെ പിള്ളേരുടെ തലയിട്ട് കയറുക കേട്ടോ. ഇങ്ങനെയുള്ള തലമുറയെ ദൈവം ചിതറിക്കണ്ടേ? ഈ കഴിഞ്ഞ ഏപ്രിൽ 9 ജനാധിപത്യം എന്ന് പറയുന്നത് പിശാചിന്റെ ഭരണമാണ് എന്നും അള്ളാഹുവിന്റെ ഭരണം മാത്രം വരുന്നത് വരെ അധ്വാനിക്കണം എന്നും പറഞ്ഞ് പഠിപ്പിച്ച സഹീർ കുത്തൂബിന്റെ പടമാണ് കോഴിക്കോട് എയർപോർട്ട് ബ്ലോക്ക് ചെയ്യാനായിട്ട് കാണിച്ചത്. മനുഷ്യൻ ഇങ്ങനെ പ്രവർത്തിച്ചാൽ ദൈവം മനുഷ്യനെ ചിതറിക്കണ്ടേ? ഇല്ലെങ്കിൽ എന്താകും മനുഷ്യകുലത്തിന്റെ ഭാവി? ദൈവം മനുഷ്യനെ ചിതറിച്ചു. നിങ്ങൾ ദൈവത്തെ ഉപേക്ഷിച്ച് എവിടെയും പോയിക്കോളൂ. ദൈവം നിങ്ങളെ പരസ്പരം വെട്ടിക്കൊല്ലാൻ ഉപേക്ഷിച്ചു കളയും. നിങ്ങൾ കർത്താവിന്റെ രക്തത്തിന്റെ വിലയാൽ നേടിയെടുത്തവരാണ് മനസ്സിലാക്കിയിട്ട് കർത്താവ് പഠിപ്പിച്ച പ്രമാണങ്ങളിലേക്ക് വരൂ. അവൻ പഠിപ്പിച്ച സാമൂഹ്യ ശാസ്ത്രത്തിലേക്കും സാമ്പത്തിക ശാസ്ത്രത്തിലേക്കും രാഷ്ട്രീയ ചിന്തയിലേക്കും പ്രാർത്ഥനാരീതിയിലേക്ക് കടന്നു വരൂ. കർത്താവ് നിങ്ങളെ രക്ഷിക്കും. ഇത് ഒരാശയമില്ല. ചരിത്രം നടന്നുകൊണ്ടിരിക്കുന്നു. ഇസ്രായേല് പണ്ട് അവന്റെ രക്തം ഞങ്ങളുടെയും ഞങ്ങളുടെ മക്കളുടെ മേലും വിലവയ്ക്ക് വീണോട്ടെന്ന് പറഞ്ഞ ജനം ഇതുവരെയും കരകയറിയിട്ടില്ല. 40-40 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ പ്രമാണം ലംഘിച്ചു. അന്നു മുതൽ ഇന്നുവരെ എക്സെപ്ഷൻ. അതിന്റെ ഫലമായി നമ്മൾ നമ്മുടെ ദേശത്ത് നിന്ന് തൂത്ത് എറിയപ്പെട്ടു. ദൈവപ്രമാണം ലംഘിച്ചാൽ ദൈവം ഒരിക്കലും ആരെയും വെറുതെ വിടില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണിത്. നമ്മൾ കേരളത്തിൽ വലിയ വലിയ ആളുകളായിരുന്നു ഒരു സമയത്ത്. ഇന്ന് നമ്മുടെ ശബ്ദം കേൾക്കാൻ ആളുകളില്ലാതെയായി. കാരണം ദൈവം അത് കേൾക്കുന്നില്ല. പാപം എന്താണെന്ന് ചോദിച്ചാൽ ബന്ധം തകർക്കുന്നതാണ് പാപം. നിങ്ങൾ കുമ്പസാരിച്ചിട്ടിരിക്കുന്നവരായിരിക്കാം, പക്ഷേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ച ഏതെങ്കിലും ബന്ധം, അപ്പനായോ അമ്മയായോ മക്കളായിട്ടോ മരുമക്കളായിട്ടോ അടുത്തുള്ളവരുമായിട്ടോ വാർഡുകാരുമായിട്ടോ ഏതെങ്കിലും ദൈവം സ്ഥാപിച്ച ബന്ധം തകർത്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ പാപികളാണ്. ഒരു ചരിത്രവും ഒരു കഥയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിചിന്തനം ആരംഭിക്കാം. ഇന്ന് നമ്മൾ കർത്താവ് മരിച്ച സമയത്ത്, പീഡ സഹിച്ച സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നതാണ്. ചരിത്രം എന്താണെന്ന് ചോദിച്ചാൽ അതാദ്യം പറയാമെന്ന് വിചാരിക്കും. ഉൽപ്പത്തിയുടെ 1-ാം അധ്യായത്തിൽ ദൈവം ഒരേ ഒരു കൽപ്പന മാത്രമേ മനുഷ്യന് നൽകിയിട്ടുള്ളൂ. ഒരു കൽപ്പന മാത്രം. അതെന്താണെന്ന് ചോദിച്ചാൽ 1-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ വളർന്ന് പെരുകി ഭൂമിയിൽ നിറയുക എന്നൊരു കൽപ്പന കൊടുത്തിട്ടുണ്ട് ദൈവം. അവരണേ ഉള്ളൂ. വളർന്ന് പെരുകി ഭൂമിയിൽ നിറയുക. 40-40 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ പ്രമാണം ലംഘിച്ചു. അന്നു മുതൽ ഇന്നുവരെ അതിന് എക്സെപ്ഷനൊക്കെ ഉണ്ട്. അതിൻ്റെ ഫലമായി നമ്മൾ നമ്മുടെ ദേശത്ത് നിന്ന് തൂത്ത് എറിയപ്പെട്ടു. ദൈവപ്രമാണം ലംഘിച്ചാൽ ദൈവം ഒരിക്കലും ആരെയും വെറുതെ വിടില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണിത്. നമ്മൾ ഈ കേരളത്തിൽ വലിയ വലിയ ആളുകളായിരുന്നു ഒരു സമയത്ത്. ഇന്ന് നമ്മുടെ ശബ്ദം കേൾക്കാൻ ആളുകളില്ലാതെയായി. കാരണം ദൈവം അത് കേൾക്കുന്നില്ല. അത്രേ ഉള്ളൂ. ഇനി കഥ എന്താണെന്ന് ചോദിച്ചാൽ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ദൈവപ്രമാണത്തെ ആരും നിസ്സാരമാക്കരുത് എന്ന് പറയാനായിട്ടാണ്. അത് പള്ളിയിൽ അച്ഛന്മാർ പറഞ്ഞാലും ഇല്ലെങ്കിലും. കഥ എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ നിങ്ങൾ കഥയല്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മനുഷ്യൻ കണ്ടമാനമായിട്ട് ഇങ്ങനെ സയൻസ് വല്ലാതെ വളർന്നു വന്നപ്പോൾ ഇന്ന് മനുഷ്യന് എന്തും ഉണ്ടാക്കാനായിട്ടുള്ളൊരു കഴിവുണ്ട്, കപ്പാസിറ്റി ഉണ്ട്. ഇപ്പോൾ ഇസ്രായേലൊക്കെ ചെല്ലുകയാണെങ്കിൽ അവരൊരു പൂ കാണുകയാണ്, വേറെ ഒരു നല്ല കളറ് കാണുകയാണെങ്കിൽ അതിനോട് പിടിച്ച് ആളൊരു പൂവും കൊണ്ട് വരും അവർ. അങ്ങനെ സയൻസ് വല്ലാതെ അങ്ങ് വളർന്നുപോയി. അപ്പോൾ മനുഷ്യൻ പറഞ്ഞു, ദൈവം ഉണ്ടാക്കുന്നത് എന്തും ഉണ്ടാക്കാൻ എനിക്ക് കഴിയും എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു മത്സരം വെക്കാം എന്ന് പറഞ്ഞു. മനുഷ്യൻ ദൈവം മത്സരമാണ്. മനുഷ്യനെ ഉണ്ടാക്കുന്ന മത്സരം. ദൈവം ഉടനെ മണ്ണ് വാരിയെടുത്തു. മനുഷ്യനെ ഉണ്ടാക്കാനായിട്ട് തയ്യാറായപ്പോൾ മനുഷ്യനെ ഉണ്ടാക്കുമ്പോൾ മനുഷ്യനുടനെ മണ്ണ് വരാൻ പോയപ്പോൾ ദൈവം പറഞ്ഞു, ഇല്ലില്ല, മണ്ണ് നീ തന്നെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അതായത് ഞാൻ ഉണ്ടാക്കി വെച്ച മണ്ണ് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു.
മനുഷ്യന് പലപ്പോഴും ദൈവത്തെ കൂടാതെ പലതും ചെയ്യാം എന്നൊരു ചിന്തയൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാലത്തും മുമ്പോട്ട് പോവുകയില്ല, ഒരു കാലത്തും. അത് നമ്മളൊരു ധ്യാനമായിട്ടൊന്നും കണ്ട, വെറുതെ സത്യമായിട്ടും കണ്ടെത്തിച്ചാൽ മതി. ദൈവം ആദിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാം, ഉൽപ്പത്തിയുടെ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ സഭ നിങ്ങളോട് പറയുന്നതനുസരിച്ച് നേരെ ചരിത്രം പറയുന്ന അധ്യായങ്ങളല്ല, ദൈവികമായ സത്യങ്ങൾ കഥകളുടെ രൂപത്തിൽ പറയുന്ന അധ്യായങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു. 1-ാം അധ്യായത്തിലെ കൽപ്പന ശാശ്വതമാണ്, അത് കഥയൊന്നുമല്ല. ദൈവം ആദ്യം മനുഷ്യൻ സൃഷ്ടിക്കാൻ ആരംഭിക്കുമ്പോൾ ദൈവം എന്താണ് ചെയ്തത്? മണ്ണിൽ പോയി അവിടുന്ന് കുറച്ച് പൊടി വാരിയെടുത്തു. മണ്ണിൽ നിന്നാണ് എടുക്കുന്നത്. അതിനുശേഷം തൻ്റെ ശ്വാസം ആ മണ്ണിലേക്ക് ഊതുന്നു. ഇതാണ് ബൈബിൾ വിവരിക്കുന്നത്. അങ്ങനെ മനുഷ്യൻ സുന്ദരനായ ആദം രൂപപ്പെട്ടു. പിന്നീട് ആദം ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം, അതുകൊണ്ട് ഓർത്തോണേ, നിങ്ങൾ ഏകനായിരിക്കുന്നത്, ചെറുപ്പക്കാരും ഏകനായിരിക്കുന്നത് നന്നല്ല. ഈ പറയുന്നതിൻ്റെ ഫലം നിങ്ങൾ തന്നെ ഒറ്റയ്ക്കിരുന്നോളൂ, നിങ്ങൾ അനുഭവിക്കും. ഏകനായിരിക്കുന്ന അന്നല്ല എന്ന് കണ്ട ദൈവം ഉടനെ വേറെ കുറച്ച് മണ്ണ് വാരിയിട്ട് ഊതുവല്ല ചെയ്തത്, ഓർത്തുകൊള്ളണം. ദൈവം ഈ ആദത്തിൽ നിന്ന് ഒരു അസ്ഥി എടുത്തിട്ട് അതുകൊണ്ട് ഹവ്വയെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഈ ആദവും ഹവ്വയുമായി ബന്ധമുണ്ടെന്നർത്ഥം. മക്കളുണ്ടാകുമ്പോൾ മണ്ണെടുത്ത് ഊതുകയല്ല ചെയ്യുന്നത്, ഈ ആദത്തിൽ നിന്ന് ഹവ്വയിൽ നിന്നും മക്കൾ ജനിക്കുന്നു. അങ്ങനെ മനുഷ്യകുലം ജന്മമെടുത്തു എന്നാണ് വചനം പറയുന്നത്. ഇവിടെ ദൈവം എന്താണ് സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ, ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവം സൃഷ്ടിച്ചത് ബന്ധങ്ങളായിരുന്നു. മനുഷ്യന് ദൈവവുമായി ബന്ധമുണ്ട്, അതുകൊണ്ടാണ് ദൈവം ഊതുന്നത്. അത് ശ്വാസമല്ല, കാരണം മൃഗങ്ങൾക്ക് ശ്വാസമുണ്ടല്ലോ. മനുഷ്യന് ഭൂമിയുമായിട്ട് ബന്ധമുണ്ട്. ആ ബന്ധമുള്ളത് കൊണ്ടാണ് 3-ാം അധ്യായത്തിൽ പാപം ചെയ്തു കഴിയുമ്പോൾ ആദത്തോട് ദൈവം പറയുന്നത്, നീ മൂലം ഭൂമി ശപിക്കപ്പെട്ടതായിരിക്കും എന്ന് പറയുന്നത്. ഇനി ആദവും ഹവ്വയും ഇവരെല്ലാം ബന്ധപ്പെട്ടതാണ്. എന്താണ് പാപം? പാപം എന്താണെന്ന് ചോദിച്ചാൽ ബന്ധം തകർക്കുന്നതാണ് പാപം. നിങ്ങൾ കുമ്പസാരിച്ചിട്ടിരിക്കുന്നവരായിരിക്കാം, പക്ഷേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ച ഏതെങ്കിലും ബന്ധം, അപ്പനായോ അമ്മയായോ മക്കളായിട്ടോ മരുമക്കളായിട്ടോ അടുത്തുള്ളവരുമായിട്ടോ വാർഡുകാരുമായിട്ടോ ഏതെങ്കിലും ദൈവം സ്ഥാപിച്ച ബന്ധം തകർത്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ പാപികളാണ്. പക്ഷേ എല്ലാ കാലത്തും കഴിയുമ്പോൾ ഒന്നുകിൽ ദൈവത്തിൽ നിന്ന് ഓടിയകലുക, അതാണ് ഒളിച്ചിരിക്കുക എന്ന് പറയുന്നത്. അച്ഛൻ ഒരാളുമായിട്ട് ഉടക്കിയാൽ ഉടനെ പള്ളി വിട്ടുപോകുന്ന ക്രിസ്ത്യാനികൾ നമ്മുടെ നാട്ടിലുണ്ട്. അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി പള്ളിയെ, വിശ്വാസത്തെ തള്ളിപ്പറയുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒളിച്ചിരിക്കുക. രണ്ടാമത്തെ എന്താണെന്നറിയാമോ? മറ്റുള്ളവരുമായിട്ട് ബന്ധം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഒരു ഇല ഉണ്ടാക്കി കൊടുക്കുക. അതാണ് നമ്മുടെ ആരോപണങ്ങൾ. നമ്മൾ ഇല ഉണ്ടാക്കി എടുക്കണം. അത് ഞാൻ ഇന്ന കാരണം കൊണ്ടാണ് മിണ്ടാത്തത്, ഇന്നതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്, നമ്മൾക്ക് കാരണം ഉണ്ടാക്കി കൊടുക്കുക. പാപം എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ച ബന്ധം നശിപ്പിക്കലാണ്. ഇത് മനസ്സിൽ പതിയാണ് കേട്ടോ, പറഞ്ഞു തീരുമ്പോഴേ എന്നാന്ന് മനസ്സിലാവും. ഈ ബന്ധം നശിപ്പിച്ചപ്പോ മനുഷ്യൻ അവനവന്റെ സ്വാർത്ഥ ചിന്ത ആരംഭിച്ചു. ഇതിന്റെ മൂർധന്യം നമ്മൾ കാണുന്നത് ബാബേൽ ഗോപുരത്തിലാണ്. മനുഷ്യൻ ദൈവത്തെ പോലെ ആകാമെന്ന് വിചാരിച്ചു. പഴയ കാലത്തെ എല്ലാ മനുഷ്യരുടെയും ശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ ചിന്തയനുസരിച്ച് അന്നുണ്ടായിരുന്ന കാഴ്ചപ്പാടത്തിലുണ്ടായിരുന്നുള്ളൂ. ആകാശം ഇങ്ങനെ ഒരറ്റത്ത് ഉയർന്ന് മറ്റേ ഭാഗത്ത് പോയി മുട്ടിയിരിക്കുകയാണെന്ന് വിചാരിച്ചിരുന്നു. എല്ലാവരും അങ്ങനെ, പള്ളിക്കാർ മാത്രം, എല്ലാവരും അങ്ങനെ വിചാരിച്ചിരുന്നത്. അതിന്റെ മുകളിൽ വെള്ളമുണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നു. അതിന്റെ മുകളിൽ ദൈവം താമസിക്കുന്നു വിചാരിച്ചിരുന്നു. അതുകൊണ്ട് മനുഷ്യൻ ഇന്നത്തെ ഈ ജപ്പാൻകാരും ചൈനക്കാരും ഒക്കെ ഇങ്ങനെ ഈ ലിഫ്റ്റ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്, ആകാശത്ത് ഇങ്ങനെ സാറ്റലൈറ്റ് വെച്ചിട്ട്. അതല്ല പറയുന്നത് കേട്ടോ. ഇത് ആകാശത്ത് ദൈവം ഇരിപ്പുണ്ടെന്നും ദൈവത്തോടൊപ്പം നമുക്കൊരു കെട്ടിടം, ഒരു 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 ഗോപുരം പണിത് വെക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ഒപ്പം ഇരുന്നുകൊണ്ട് ദൈവം ചെയ്യുന്നതൊക്കെ നോക്കി ചെയ്യാൻ കഴിയുമെന്നുള്ള മനുഷ്യന്റെ ചിന്തയെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ദൈവത്തെ പോലെ ആകാൻ മനുഷ്യൻ ശ്രമിച്ചപ്പോൾ ദൈവം മനുഷ്യനെ ചിതറിച്ചു കളഞ്ഞു. അങ്ങനെയാണ് ഭൂമിയിൽ ഗോത്ര സംസ്കാരം, പരസ്പരം പടവെട്ടുന്ന ഗോത്ര സംസ്കാരം ഭൂമിയിൽ ഉണ്ടായതെന്നാണ് പറയുന്നത്. മനുഷ്യന്റെ
പാപം നിമിത്തം ദൈവം മനുഷ്യനെ ചിതറിച്ചു കളഞ്ഞു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവത്തിന്റെ സർവ്വപ്രമാണവും ലംഘിച്ചുകൊണ്ട് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ വരുന്നു. ക്രിസ്ത്യാനി ഒരു വികാരവുമില്ലാതെ അത് വരുന്ന് കാണുന്നു. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഗുജറാത്തിലായിരുന്നു. അവിടെ ചെന്നപ്പോ പല വീടുകളിലൂടെ ഞാൻ പോയ അവസരത്തിൽ ചെല്ലുന്ന വീടുകളിൽ നിന്ന് അവർ ചോദിക്കുന്നത് നീ കണ്ടോ എന്നാണ്. അതിനിടയ്ക്ക് ഇന്ന അച്ഛൻ അതിനെക്കുറിച്ച് മോശം പറഞ്ഞിട്ടുണ്ടെന്നും പറയും. ആരെന്ത് പറഞ്ഞാലും നീ കണ്ടോ ഞാൻ കണ്ടു എന്നുള്ള ചോദ്യമല്ലാതെ ക്രിസ്ത്യാനിക്ക് ക്രിസ്തു കർത്താവിന്റെ പീഡാസഹനം ഒന്നുമില്ല. നമുക്ക് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇല്ലെങ്കിൽ അതിനു മുമ്പ് ഞാൻ പറഞ്ഞു കേട്ടതേ ഉള്ളൂ. മാർക്കോ എന്ന് പറഞ്ഞൊരു സിനിമ, കടുത്ത ഭീകരത, എന്താണ് വയലൻസ് ആന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മുടെ പിള്ളേരുടെ തലയിട്ട് കയറുക കേട്ടോ. ഇങ്ങനെയുള്ള തലമുറയെ ദൈവം ചിതറിക്കണ്ടേ? ഈ കഴിഞ്ഞ ഏപ്രിൽ 9 ജനാധിപത്യം എന്ന് പറയുന്നത് പിശാചിന്റെ ഭരണമാണ് എന്നും അള്ളാഹുവിന്റെ ഭരണം മാത്രം വരുന്നത് വരെ അധ്വാനിക്കണം എന്നും പറഞ്ഞ് പഠിപ്പിച്ച സഹീർ കുത്തൂബിന്റെ പടമാണ് കോഴിക്കോട് എയർപോർട്ട് ബ്ലോക്ക് ചെയ്യാനായിട്ട് കാണിച്ചത്. മനുഷ്യൻ ഇങ്ങനെ പ്രവർത്തിച്ചാൽ ദൈവം മനുഷ്യനെ ചിതറിക്കണ്ടേ? ഇല്ലെങ്കിൽ എന്താകും മനുഷ്യകുലത്തിന്റെ ഭാവി? ദൈവം മനുഷ്യനെ ചിതറിച്ചു കളഞ്ഞു. ഇനി ചിതറിച്ചു കളഞ്ഞിട്ട് ഇനി എന്താണ് പരിഹാരം? ഈ ചിതറിക്കപ്പെട്ട മനുഷ്യന്റെ സങ്കടം നമുക്ക് സങ്കീർത്തനം 49 സങ്കീർത്തനം 7 മുതൽ 9 വരെ കാണാൻ കഴിയും. മനുഷ്യന് വില കൊടുക്കാനോ വീണ്ടെടുക്കാനുള്ള വില കൊടുക്കാൻ ആർക്ക് കഴിയും? മനുഷ്യന്റെ ജീവിതത്തിന്റെ വില വളരെ അധികമാണ്. എത്രയായാലും അത് തികയുകയില്ല. പാതാളം കാണാതിരിക്കാനോ എന്നേക്കും ജീവിക്കാനോ എങ്ങനെയാണ് സാധിക്കുക എന്ന് മനുഷ്യൻ വിലപിക്കുന്നത് പഴയ നിയമത്തിൽ കിടപ്പുണ്ട്. അതായത് ഈ മനുഷ്യന് ഇപ്പൊ നമ്മൾ വളരെ ദൂരേക്ക് ട്രെയിനിൽ കയറി യാത്ര അങ്ങ് പോയെന്ന് വിചാരിക്കുക. അങ്ങനെ പോയെങ്കിൽ തിരിച്ചു വരാതെ മാർഗമില്ല, നമ്മൾ അവിടെ പോയി കിടക്കുമല്ലെങ്കിൽ. ഇവൻ കണ്ടമാനം അകന്നുപോയി. നമ്മുടെ ഒരു കൊച്ച് മോശമായ പാപം ചെയ്ത് എവിടെ കൊണ്ടിടും? മോശമായിട്ട് ക്രൂരത ചെയ്യുകയാണെങ്കിൽ അവനെ ദുർഘടന പരിഹാര പാഠശാല കൊണ്ടിടും. ദൈവം അങ്ങനെ മനുഷ്യ ചതറിച്ചു കളഞ്ഞു. ഇനി എന്താണ് പരിഹാരം? ഇതാണ് അടുത്ത പ്രശ്നം. പരിഹാരമായിട്ട് ദൈവങ്ങളുടെ മാർഗമായിരുന്നു ഉടമ്പടികൾ. എന്താ ഒരു ഉടമ്പടി? ഒരു ഉടമ്പടി എന്ന് പറഞ്ഞ ഒരു എഗ്രിമെന്റ് ആണ്. ഞാൻ നിങ്ങളുടെ കടയിൽ വന്നിട്ട് ഒരു വർഷം ഒരു 10,000 സാധനം എടുക്കാമെന്ന് പറയുകയാണ്, ഫീസ് എടുക്കുകയാണ്. അപ്പം നിങ്ങൾ പറയുകയാണ് ഇത് 500 രൂപ വിലയാണ്, പക്ഷേ അച്ഛൻ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ 450 രൂപയ്ക്ക് തരാം. ഇതാണ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞത്, ഉടമ്പടി എന്ന് പറയുന്നത്. ഉടമ്പടി ഒരു ബന്ധമാണ്. നമുക്കിങ്ങനെ ഒരു ചെയിൻ ആയിട്ടുള്ള ഒന്നിനു പുറകെ ഒന്നായി ദൈവം ഉടമ്പടികൾ സ്ഥാപിച്ച് ബന്ധങ്ങൾ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വരുന്നത് പഴയ നിയമത്തിൽ കാണാം. ഓരോ ഉടമ്പടിയിലും ദൈവം പറയും ആയിട്ടില്ല, ഞാൻ പുതിയ ഒരു ഉടമ്പടി സ്ഥാപിക്കും. അബ്രാഹത്തോട് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടാണ്. അബ്രാഹത്തെ വിളിക്കുമ്പോൾ 12-ാം അധ്യായം 3-ാം അധ്യായം പറയുന്നത് നിന്നിലൂടെ ഭൂമുഖത്തുള്ള ജനമെല്ലാം അനുഗ്രഹീതമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അബ്രാഹത്തെ വിളിക്കുന്നത്. എന്നാൽ 22-ന്റെ 18-ാം വാക്യത്തിൽ വരുമ്പോൾ ദൈവം പറയും നിന്റെ സന്തതിയിലൂടെ ഭൂമുഖത്തുള്ള ജനമെല്ലാം അനുഗ്രഹീതമാകും. ഈ സന്തതിയാണെന്ന് ഗലാത്യക്കാർ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ക്രിസ്തുവാണ് എന്ന്. ഇനി അബ്രാഹത്തിന്റെ ഉടമ്പടി കഴിഞ്ഞാൽ നമുക്ക് സീനായി ഉടമ്പടി കാണാം. പിന്നീട് നമുക്ക് നിയമാവർത്തന പുസ്തകത്തിൽ കാണാം. പിന്നെ നമുക്ക് ജോഷുവയിൽ ഉടമ്പടി കാണാം, ദാവീദിന് ഉടമ്പടി കാണാം, പിന്നീട് ജെറമിയായിൽ ഉടമ്പടി. ഇങ്ങനെ നിരന്തരമായിട്ട് ഉടമ്പടികൾ വരുന്നത് കാണാം. പല ഉടമ്പടികളും നമ്മൾ കാണുന്നത് ദൈവം പിന്നെ ഒരു ഉടമ്പടി വരുമെന്ന് പറയുകയാണ്. ഉടമ്പടികളോട് ദൈവം എന്നാ ചെയ്യുന്നത്? വീണ്ടും ബന്ധം കൂട്ടിക്കൂട്ടി വരികയാണ്. അങ്ങനെയല്ലേ? നിങ്ങളൊരു 15 വീട് താമസിക്കുന്നുണ്ടെങ്കിൽ ഇവരെല്ലാം ബന്ധത്തിലാക്കാൻ എന്നാ പണി? ഒരു കല്യാണം ഇവിടെ, ഒരു ഉടമ്പടി, അപ്പുറത്ത് വേറൊരു കല്യാണം, അങ്ങനെ 10 കല്യാണം കഴിയുമ്പോൾ എല്ലാം ബന്ധുക്കരാവും. ഉടമ്പടികളിലൂടെ ബന്ധം സ്ഥാപിച്ചു വരുന്ന ദൈവത്തെ പഴയ നിയമത്തിൽ കാണാം. അപ്പോഴെല്ലാം പുതിയൊരു ഉടമ്പടിയോ ജെറമിയായുടെ പുസ്തകം 31-ാം അധ്യായം 31 മുതൽ 33 വരെ വായിച്ചാൽ ഇതുവരെയുള്ള ഉടമ്പടികള് പുറത്താണ് നടന്നിരിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ ഹൃദയത്തിൽ എന്റെ പ്രമാണം എഴുതുന്ന ഒരു ഉടമ്പടി സ്ഥാപിക്കുമെന്ന് ദൈവം പറയുന്നുണ്ട്. അങ്ങനെ ഇത് തന്നെ എസെക്കിയേലും പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ നിയമാവർത്തന പുസ്തകത്തിൽ ചെന്നാൽ 18-ാം അധ്യായത്തിന്റെ 15 മുതൽ 18 വരെ
എടാ മോശെ, നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ ഭാവിയിൽ അവർക്ക് കൊടുക്കും. എന്റെ പ്രമാണങ്ങളെല്ലാം അവന്റെ നാവിൽ ഞാൻ വയ്ക്കും. അവൻ പറയുന്ന കേൾക്കാത്തവരെയെല്ലാം ഞാൻ ശിക്ഷിക്കും എന്ന് ദൈവം പറയുന്നുണ്ട്. അല്ലെങ്കിൽ യേശയ്യായോട് 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ദാവീദിന്റെ ഉടമ്പടി പറഞ്ഞിട്ടുണ്ട്, നീ പൂർവികരോട് ചേർന്നപ്പോൾ നിന്റെ പുത്രനെ ഉയർത്തി ഞാൻ അവന്റെ രാജ്യം മഹത്തരമാക്കും. ദാവീദിനോട് സാമുവേലിന്റെ 2-ാം പുസ്തകത്തിന്റെ 7-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. യേശയ്യായുടെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ട് ശീലമുള്ളൊരു വാക്യമാണ്, ഇതാ നമുക്ക് പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും, നിത്യനായ ദൈവം, സമാധാനത്തിന്റെ രാജാവ് എന്നൊക്കെ അവൻ അറിയപ്പെടും എന്ന് യേശയ്യാ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനേക്കാൾ മനോഹരമായൊരു പ്രവചനം നിങ്ങൾക്ക് മിക്കായ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ കാണാം. യൂദയായിലെ ബേത്ലഹേമേ, നീ ഈ യൂദയായിലെ നഗരിൽ ഒട്ടും താഴെയല്ല, എന്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കാനുള്ളവൻ നിന്നിൽ നിന്ന് പുറപ്പെടും. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല, ദൈവം തുടരുന്നു, അവൻ പണ്ടേ ഉള്ളവനാണ്. ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അവതരിപ്പിക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ ട്രെയിനിങ് കൊടുത്തു വരികയാണ്. എന്താണ് ട്രെയിനിങ്? നിങ്ങൾ ബൈബിളിലെ പഴയ പുസ്തകങ്ങൾ വായിക്കുക. കണ്ടമാനം വെട്ടും കുത്തുമാണ്. ഗോത്ര സംസ്കാരത്തിന്റെ അങ്ങേയറ്റമാണ് വെട്ടും കുത്തും. കല്യാണമാണ്, പല കല്യാണം, ഇങ്ങനെ കണ്ടമാനം ഗോത്ര സംസ്കാരം കാണാം. പക്ഷെ പുസ്തകങ്ങൾ മുമ്പോട്ട് വരുന്നതനുസരിച്ച്, ദൈവം വളർത്തിക്കൊണ്ടുവരുന്നതനുസരിച്ച് ഈ ആത്മീയത വളർന്നു വരുന്നത് കാണാം പ്രവാചകന്മാരിലൂടെ. അതിന്റെ അന്ത്യത്തിൽ ദൈവം തന്റെ പുത്രനെ അയച്ചു. ഇതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ദൈവമായിരുന്നു വചനം, അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. 14-ാം വാക്യം, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഈ ഉടമ്പടികളുടെ എല്ലാം അവസാനം വചനം മാംസമായി വസിച്ചു. 3:16 യോഹന്നാന്റെ സുവിശേഷം, അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ നശിച്ചു പോകാതെ ജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതൻ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ടെസ്റ്റുകളാണ്. അങ്ങനെ പുത്രൻ ലോകത്തിലെത്തി. ഇനി എന്താ പ്രശ്നം? നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ വഴിതെറ്റിപ്പോയാൽ നിങ്ങളെ പിന്നെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം. നിങ്ങൾ മദ്യപിച്ച് അതിന് അഡിക്റ്റ് ആയി പോയാൽ നിങ്ങൾ റീഹാബിലിറ്റേഷനെ കൊണ്ടുവന്ന് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരണം. നിങ്ങൾ എവിടെ മയക്കുമരുന്ന് പോയോ? നിങ്ങളെ തിരിച്ചു കൊണ്ടുവരണം. ഇങ്ങനെ ദൈവം തിരിച്ചു കൊണ്ടുവരികയാണ്. എന്നിട്ട് ദൈവത്തിന്റെ മനസ്സെന്താണെന്ന് പഠിപ്പിക്കുന്നത് തന്റെ പുത്രനിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക്, ഇതൊരു മതസ്ഥാപകനല്ല കേട്ടോ, നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് ഈ ഭൂമിയിൽ ജനിച്ചു വീണ ഏതൊരു മനുഷ്യനേക്കാളും വളരെ വ്യക്തമായ മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് മറ്റാർക്കും കവച്ചു വയ്ക്കാൻ കഴിയാത്ത കൃത്യമായ ധാരണകൾ ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ബോധം ഉണ്ടാവണം. മനുഷ്യന്റെ ജീവിതത്തെ സാമൂഹ്യ ജീവി, സാമ്പത്തിക ജീവി, രാഷ്ട്രീയ ജീവി, ആത്മീയ ജീവി, ഒരു കുടുംബം ജീവിക്കുന്ന ആളെന്നിങ്ങനെ പലതായിട്ട് തിരിക്കാം. ഈ എല്ലാ മേഖലയിലും ഒരു ദർശനം ഉണ്ടായിരുന്ന ഒരു മതസ്ഥാപകൻ ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല, ഈശോ ഒഴികെ. ഞാൻ നിങ്ങളോട് പറയാം, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച് ഈശോയുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു? ഇത് നിങ്ങൾ ഇന്ന് കാണാതെ പഠിക്കണം കേട്ടോ. കർത്താവിന്റെ പീഡാസനത്തിൽ ഇരിക്കുമല്ലേ, എന്തിനാണ് ക്രിസ്തു മരിച്ചെന്നൊക്കെ നമുക്ക് അറിയണ്ടേ. സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച് ഈശോയുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു? മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 12-ാം വാക്യം, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ നിങ്ങൾ അതുപോലെ അവരോട് പെരുമാറുവിൻ. ഇതാണ് പഴയകാലം മുതൽ പ്രവാചകന്മാരും നിയമവും പഠിപ്പിക്കാൻ ആഗ്രഹിച്ചത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ അവരോട് പെരുമാറുവിൻ. നിങ്ങളിങ്ങനെ പെരുമാറുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. കാര്യം എന്നാണെന്നറിയാമോ? കർത്താവിന്റെ ട്രെയിനിങ് ഏറ്റുവാങ്ങിയവരും ബന്ധമുള്ളവരുമാണെങ്കിൽ മാത്രമേ നമ്മൾ പുതിയ സമൂഹത്തിന്റെ അംഗങ്ങളാകുന്നുള്ളൂ. ഇനി ഇത് ഇവിടെ അവസാനിക്കുന്നില്ല. അന്ത്യവിധിയിൽ ചെല്ലുമ്പോൾ ഈശോയുള്ള അന്ത്യവിധിയാളൻ വിധിക്കുന്നത് ഈ പ്രമാണം അനുസരിച്ചായിരിക്കും. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ, നീ നിന്റെ ഈ ചെറിയ സഹോദരനോട് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്.
പണ്ട് ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. ഒരപ്പനും അമ്മയും അവരുടെ വല്യപ്പൻ വീട്ടിലുണ്ട്, അവരുടെ അപ്പൻ വീട്ടിലുണ്ട്, ഒരു കൊച്ചും വീട്ടിലുണ്ട്. ഈ അപ്പന് അയാളുണ്ടാക്കിയ വീടും കാര്യങ്ങളൊക്കെയാണ്. അയാൾക്ക് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അപ്പോഴത്തേക്ക് പ്രായമായ ആളല്ലേ, ഓർമ്മയൊക്കെ പോയി, ഭയങ്കര ശല്യമാണ്. സ്പൂണൊക്കെ താഴോട്ട് വീഴും, ഗ്ലാസ് താഴെ വീണ് പൊട്ടിപ്പോവും. ഇങ്ങനെ കുറച്ചൊക്കെ ആയപ്പോഴത്തേക്കും അവർ മടുത്തു, അപ്പനും അമ്മയും മടുത്തു. കൊച്ചിനും ആകെപ്പാടി ഒരു ഇറിറ്റേഷൻ. അപ്പോൾ അപ്പനും അമ്മയ്ക്കും അപ്പനെ ഇച്ചിരി മാറ്റി അങ്ങോട്ട് ഇരുത്തി. അതായത് ഇവർ ഭക്ഷണം കഴിക്കുന്ന മേശ ഇതാണെങ്കിൽ കുറച്ച് അപ്പുറത്ത് ഒരു ചെറിയ മേശ, അപ്പനെ സൗകര്യമായിട്ട് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു. ന്യായം, നമ്മൾ തുണി കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ, ന്യായം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അപ്പൻ്റെ വിറ കൂടിയപ്പോൾ പ്ലേറ്റ് താഴോട്ട് വീണ് പൊട്ടി തുടങ്ങി, ഗ്ലാസുകളൊക്കെ. സ്വന്തം ഉണ്ടാക്കിയ വീട്ടിൽ അവഗണിക്കപ്പെട്ട ആളത്തെ കാര്യം നിങ്ങൾക്ക് ആലോചിക്കുക എന്നാണ്. ബന്ധം പോയി. അപ്പോൾ അവർ പരിഹാരം കണ്ടുപിടിച്ചു. വീണ്ടും വസ്ത്രമാണ് കേട്ടോ, ഈ ഇല പറിച്ചു കൊടുക്കുന്ന പരിപാടിയാണ്. വീണ്ടും ഒരു പരിപാടി കണ്ടുപിടിച്ചു. എന്നാന്നറിയോ? അവരൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം മേടിച്ചോണ്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഈ അപ്പനും അമ്മയും പുറത്ത് പോയി തിരിച്ചു വരുന്നപ്പോൾ അവർ കാണുന്നത് ആ പറമ്പിൽ കിടന്ന ഒരു പഴയ തൊപ്പി, ഈ പ്ലാസ്റ്റിക് തൊപ്പി എടുത്തിട്ട് ഈ മകൻ അതിനിട്ട് പണിതുകൊണ്ടിരിക്കുന്നതാണ്. നീ എന്തെടുക്കുകയാടാ എന്ന് ചോദിച്ചപ്പോൾ ആ കൊച്ചു പറഞ്ഞു, അത് ഞാൻ അപ്പനും അമ്മയ്ക്കും കഞ്ഞി കുടിക്കാൻ പാത്രം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. അപ്പോഴാണ് മനസ്സിലായത് തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മകൻ തങ്ങളോട് ചെയ്യൂ എന്നുള്ള കാര്യം. മറ്റുള്ളവരോട് നിങ്ങൾ എങ്ങനെ പെരുമാറും നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറും നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ, അതുപോലെ അവരോട് പെരുമാറുവിൻ. ഇതാണ് ഈശോ പഠിപ്പിച്ച നിയമവും പ്രവാചകന്മാരും. ഇനി സാമ്പത്തിക ജീവിയോട് എന്താ കർത്താവ് പറഞ്ഞത്? അതായത് ഈ ലോകത്ത് നമ്മൾ ക്രിസ്ത്യാനികളാണെന്ന് പറയണമെങ്കിൽ സാമൂഹ്യ ജീവിതത്തിൽ ഈ നിയമം പാലിച്ചിരിക്കണം കേട്ടോ. സാമ്പത്തിക ജീവിതത്തിൽ എന്താ പറഞ്ഞത്? തുടക്കം സ്നാപയോനാൻ പറഞ്ഞിട്ടുണ്ട്, ലൂക്കായുടെ സുവിശേഷം 3-14 2 ഒരു ഉറുപ്പിൾ കൊടുക്കട്ടെ എന്ന്. ഈശോ എന്താ പറഞ്ഞത്? മത്തായിയുടെ സുവിശേഷം 20 നിങ്ങൾക്കറിയാം, മുന്തിരിത്തോട്ടത്തിലെ ഉപമ. ഈ ലോകത്ത് ഒരു വിപ്ലവകാരിയും പറയാത്ത വലിയ വിപ്ലവം പറഞ്ഞ ആളാണ് ഈശോ. യജമാനൻ രാവിലെ മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരെ നോക്കി പുറപ്പെട്ടു. അവൻ രാവിലെ ആളെ വിളിച്ചുകൊണ്ട് വന്ന് 1 ദനാറ എഗ്രി ചെയ്തു. ഒരു ദിവസം ജോലിക്കൂലിക്ക് ഒരു ദനാറ പോയി. അവൻ 9 മണിക്ക് പുറത്തോട്ട് പോയി, 12 മണിക്ക് പുറത്തോട്ട് പോയി, 3 മണിക്ക് പുറത്തോട്ട് പോയി, 5 മണിക്ക് പുറത്തോട്ട് പോയി. എന്നിട്ട് എല്ലാവരെയും വന്നിട്ട് ഇവരവിടെ നിന്നത് അവർക്ക് പണം ആവശ്യമുള്ളതുകൊണ്ടല്ലേ. അവരുടെ എന്തെങ്കിലും ഭാര്യ അസുഖമായിരിക്കാം, അമ്മയ്ക്ക് അസുഖമായിരിക്കാം, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം മേടിക്കണം, ഇങ്ങനെ ആവശ്യമുള്ളതുകൊണ്ടല്ലേ അവരവിടെ ചന്തയസായി വൈകിട്ട് വരെ നിന്നത് ജോലി ചെയ്യാൻ വേണ്ടി. ഇയാൾ ആദ്യം പോയപ്പോൾ കണ്ടില്ല, അല്ലെങ്കിൽ വേറെ വഴിക്കായിരിക്കും പോയത്. അവൻ അവിടെ നിന്നവൻ ആവശ്യമുള്ളത് കൊണ്ടാണ്. അവൻ 1 ദനാറ കൊടുക്കുന്ന സാമ്പത്തിക ശാസ്ത്രം. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഏത് ആൾക്കും വെല്ലുവിളിക്കാം. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇതിൽ കൂടി വിപ്ലവം പറഞ്ഞിട്ടുണ്ടോ ലോകത്ത്? സാമ്പത്തിക വിപ്ലവം. നമ്മൾ പലരും പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതുപോലെ കൂടി സാമ്പത്തിക വിപ്ലവം? ഇനി അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഈ കിബൂസ് ഇസ്രായേലിലും ഉണ്ട്. എന്നറിയാമോ? കമ്മ്യൂണിസത്തിന്റെ അങ്ങേയറ്റം ജീവിക്കുന്ന ആളുകൾ കിബൂസ് എന്ന് പറയും. അപ്പൊ അവിടെ കൊച്ചുണ്ടായപ്പോഴും പൊതുവാണ്. പാല് കൊടുക്കാനായിട്ട് കുറച്ച് അമ്മമാരുണ്ട്. അവരാണ് പാല് കൊടുക്കുന്നവർ. അമ്മ ആരാന്ന് കൊച്ചിനെ അറിയത്തില്ല. ഒരുമിച്ച് ജീവിക്കുന്നു, എല്ലാം കോമൺ ആണ്. എല്ലാവർക്കും ഒരാപ്പിള്, എല്ലാവർക്കും ഒരു ചെരുപ്പ്, എല്ലാവർക്കും ഒരു സിഗരറ്റ്. ഇങ്ങനെയാണ് നിയമം. ഇതാണ് മനുഷ്യന്റെ അവിടെ എത്തുള്ളൂ. പക്ഷെ കർത്താവിന്റെ അടുത്ത് അത് പോവുകയില്ല. ദൈവം വ്യത്യസ്തമായ വിധത്തിൽ ദാനങ്ങൾ നൽകും. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഇവിടെ ഈ സാമ്പത്തിക ശാസ്ത്രത്തിൽ അലസതയ്ക്ക് അവസരമില്ല. കാര്യം എന്നറിയാമോ? അവിടെയാണ് 25 മത്തായിയുടെ സുവിശേഷം 14 മുതലുള്ള വാക്യങ്ങളിൽ താലന്തുകളുടെ ഉപമ പറയുന്നത്. ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഒരുവൻ 5 മറ്റൊരു 2 മറ്റൊരു 1 താലന്തും കൊടുത്ത് യാത്ര പുറപ്പെട്ടു. 5 താലന്ത് കിട്ടിയവൻ 10 ആക്കി, 2 താലന്ത് കിട്ടിയവൻ 4 ആക്കി, 1 താലന്ത് കിട്ടിയവൻ കുറ്റം പറഞ്ഞു. മറ്റുള്ളവരെയൊക്കെ കുറ്റം പറഞ്ഞിട്ട് അവനത് കൊണ്ട് കുഴിച്ചു വെച്ചു. യജമാനൻ പറഞ്ഞു, അവനെ പിടിച്ചു കെട്ടി അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക. എല്ലാവർക്കും വേണ്ടത് കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് അലസമായിട്ട് ജീവിക്കാൻ കർത്താവിന്റെ സാമ്പത്തിക ശാസ്ത്രത്തിൽ സ്പേസ് ഇല്ല. ഇനി കർത്താവിന്റെ രാഷ്ട്രീയ നിലപാടെന്തായിരുന്നു? ഇതിന്ന് വളരെ പ്രസക്തമാണ്.
ഈശോ മർക്കോസ് സുവിശേഷം 12-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറഞ്ഞു, സീസറിൻ്റെത് സീസറിന്, ദൈവത്തിൻ്റെത് ദൈവത്തിന്. അപ്പുറമൊന്നുമില്ല. നിന്റെ കയ്യിലിരിക്കുന്ന കാശിന്റെ മുദ്ര എന്താണ്? സീസറാണ്. അത് സീസറിന് കൊടുക്കട. നിന്റെ മേലുള്ള മുദ്ര അത് ദൈവത്തിൻ്റെതാണ്, ദൈവത്തിനുള്ളതാണ്. അധികാരികളോട് ഈശോ എന്താണ് പറഞ്ഞത്? മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 42 മുതൽ 44 വരെ വാക്യങ്ങൾ സബദീപുത്രന്മാർ പറഞ്ഞതാണ്. വിജാതിയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ അധികാരികൾ, അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കും. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ അധികാരികൾ അങ്ങനെ ആകരുത്. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും, നിങ്ങൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം. അധികാരം അങ്ങനെയാണെന്ന് ഈശോ പറഞ്ഞു. പിന്നെ അധികാരി കള്ളത്തരം കാണിക്കുമ്പോ, അവിവേകം കാണിക്കുമ്പോ ഈശോ ഹെറോദസിന് മുഖത്ത് നോക്കി പറഞ്ഞു, അല്ലെങ്കിൽ അവനോട് പറയാൻ പറഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 22-ാം വാക്യം, നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുക, ഞാൻ ഇന്നും നാളെയും സുവിശേഷം പ്രഘോഷിച്ചിരിക്കും, മറ്റന്നാൾ എന്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു. രാഷ്ട്രീയത്തിൽ ക്രിസ്തുവിന്റെ നിലപാട് കടന്നു വരാതെ ഒരു സാമ്രാജ്യവും രക്ഷപ്പെടും. നിങ്ങൾ ജനാധിപത്യമോ രാജാധിപത്യമോ ഈ പ്രഭുവാധിപത്യം എന്തെടുത്തോളൂ, ക്രിസ്തുവിന്റെ ദർശനം കടന്നു വരാതെ മനുഷ്യകുലം രക്ഷ പ്രാപിക്കുകയില്ല എന്നതാണ് വചനം പഠിപ്പിക്കുന്ന കാര്യം. സാമൂഹ്യ ശാസ്ത്രം നമ്മൾ പറഞ്ഞു, സാമ്പത്തിക ശാസ്ത്രം പറഞ്ഞു, നമ്മൾ രാഷ്ട്രീയം പറഞ്ഞു. ഇനി കർത്താവിന്റെ ആത്മീയതയെ കുറിച്ചുള്ള ദർശനം എന്തായിരുന്നു? ഇത് നിങ്ങൾ കൊന്ത ചെല്ലാ സ്വർഗത്തിൽ പോകുന്ന ശാസ്ത്രമല്ല കേട്ടോ. പ്രൈവറ്റായിട്ട് പ്രാർത്ഥിച്ച് എത്തിപ്പെടാമെന്ന ഒരു സ്വർഗമല്ല ക്രിസ്തു പ്രഘോഷിച്ചത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറയപ്പെട്ടത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളുടെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. തീർന്നില്ല. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായി തീരും. അപ്പോൾ നിങ്ങൾക്ക് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയും. ആത്മീയതയിൽ നിങ്ങളുടെ ശത്രുവിനെ സ്നേഹിക്കുക, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് ഏത് ഗുരു പറഞ്ഞിട്ടുണ്ട്? ഏത് ഗുരുവാണ് പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവിനോളം വലിയ ഒരാത്മീയ ഗുരു ലോകത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഈശോ പറഞ്ഞു. സ്വർഗസ്ഥനായ എന്റെ പിതാവേ എന്ന് വിളിക്കുന്ന പുസ്തകങ്ങൾ പഴയ നിയമത്തിലുണ്ട്. നിങ്ങൾ പ്രഭാഷകന്റെ പുസ്തകമോ ജ്ഞാനത്തിന്റെ പുസ്തകമോ വായിച്ചാൽ പഴയ നിയമത്തിന്റെ യാത്രയുടെ അന്ത്യത്തിൽ സ്വർഗസ്ഥനായ എന്റെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ജനത്തെ കാണാം. ഈശോ പറഞ്ഞ അതുപോലെ സ്വർഗസ്ഥനായ എന്റെ പിതാവല്ല, ഞങ്ങളുടെ പിതാവാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവാണ്. നിങ്ങളിപ്പോൾ ഈ പള്ളിയിലായിരിക്കുമ്പോൾ, പള്ളിയിലോ പുറത്തോ, നിങ്ങൾ എവിടെ ഇരിക്കുമ്പോൾ ഒരു സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലി പ്രാർത്ഥിക്കാൻ കഴിയണമെങ്കിൽ ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ബന്ധങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിലെ ബന്ധങ്ങൾ, നിങ്ങളുടെ ബന്ധുക്കളുടെ ബന്ധങ്ങൾ, നിങ്ങളുടെ അയൽക്കാരുടെ ബന്ധങ്ങൾ, ഇതെല്ലാം കൂടെ കൂട്ടിവെച്ചിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് നിർത്തിയിട്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് വിളിക്കാൻ കഴിയുമ്പോഴാണ് ക്രിസ്തീയ ആത്മീയത വർക്കാവുന്നത്. അതുവരെ അതാകിയല്ല. ഇനി കുടുംബ ജീവിതത്തെക്കുറിച്ചൊരു ദർശനം എന്തായിരുന്നു നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്കറിയാം. സൃഷ്ടാവ് ആദിയിലെ അവനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും അക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് അവർ ഒരു ശരീരമായി തീരുമെന്നും എഴുതി നിങ്ങൾ വായിച്ചില്ല. അതുകൊണ്ട് ഒരിക്കലും രണ്ടല്ല, ഒരു ശരീരമായിരിക്കും. ഇന്ന് ലോകത്ത് മനുഷ്യൻ വിജയിച്ച ഒരു കുടുംബ സംവിധാനമേ ഉള്ളൂ. അത് ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരു കുടുംബമായിട്ട് മാറുന്നതാണ്. ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരു കുടുംബമായിട്ട് മാറുന്നതാണ്. ഇനി ഇത് ദൈവം തൻ്റെ ഛായ ഭൂമിയിൽ വെച്ചിരിക്കുന്നതെന്ന് ഓർമ്മയുണ്ടാവണം. ഇതിന് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ കൊണ്ട് ആര് വന്നാലും ദൈവത്തിൻ്റെ ശത്രുവാണ് അയാൾ. ആര് വന്നാലും അതെ.
ഇനി നമ്മൾ ഈശോ ഇവിടുന്ന് മരിച്ചു. നമ്മൾ പറഞ്ഞില്ലേ, മനുഷ്യന്റെ വില കൊടുക്കാൻ സാധ്യമല്ല, അതുകൊണ്ട് ദൈവം തന്നെ പുത്രനെ അയച്ച മനുഷ്യന്റെ വില കൊടുക്കുകയാണ്. ഈശോ പറഞ്ഞു, ഞാൻ പോകണം, പോയിട്ട് പരിശുദ്ധാത്മാവിനെ അയച്ചാൽ മാത്രമേ നിങ്ങളുടെ എൻ്റെ ദൗത്യം പൂർത്തിയാകുന്നുള്ളൂ, അതായത് രക്ഷാകര കർമ്മം പൂർത്തിയാകുള്ളൂ. ഞാൻ പോകുന്നതാണ് നല്ലത്, പോയില്ലെങ്കിൽ സഹായം വരികയില്ല, സഹായം വന്നു കഴിയുമ്പോൾ സത്യത്തിന് പൂർണ്ണതയിലേക്ക് നയിക്കുന്നു. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? പന്തക്കുസ്ത ദിവസത്തിൽ എല്ലാവർക്കും പരസ്പരം മനസ്സിലായി, ബന്ധം വീണ്ടും സ്ഥാപിക്കപ്പെട്ടു. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ ബന്ധം വീണ്ടും സ്ഥാപിക്കപ്പെട്ടു. ഇനി ഇതിനകത്തൂടെ നൂഴ്ന്നു പോകുന്ന വേറൊരു കഥയുണ്ട്. എന്നറിയാം, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ ആദ്യത്തെ ഞായറാഴ്ച ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് അവർ കൂടി ഉണ്ടായിരുന്നില്ല. ഈശോ വന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. എന്നിട്ട് ഈശോ കൈയും കാലും കാണിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. അന്ന് അവിടെ ഏതായാലും തോമാസേക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ല. നിങ്ങൾക്ക് ബന്ധമില്ല എങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നില്ല കേട്ടോ. നിങ്ങളുടെ ഭാര്യയും ഭർത്താവുമായും മക്കളുമായിട്ടും സഹോദരങ്ങളുമായിട്ടും നിങ്ങളുടെ ബന്ധുക്കളുമായിട്ടും നിങ്ങളുടെ ആൾക്കാരുമായിട്ടും നിങ്ങളുടെ ഇടവക്കാരുമായിട്ടും ഒക്കെ ബന്ധമില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല. നിങ്ങൾ എന്നോടപ്പോൾ സിനഡിന്റെ കാര്യമൊന്നും ചോദിച്ചേക്കരുത്, അത് നിങ്ങൾ ആലോചിച്ച് കൂട്ടിയെടുക്കുക. മനസ്സിലായല്ലോ? നിങ്ങളോടാണ് ഞാൻ പറയുന്നത്, കർത്താവിൻ്റെ വചനം. ഇനി ഇതിനകത്തൊരു അപകടം എന്നാന്ന് ഞാൻ പറയാം, അതും കൂടെ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ തീരാതെ വരും. ഇതിനകത്തുള്ള അപകടം, എന്നാരും കല്ലെറിയാനൊന്നും നിൽക്കണ്ട. ഇത്രയും ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ, ഇത്രയും ദൈവം പ്രവർത്തിച്ചു, ഇങ്ങനെ ദീർഘകാലത്തെ ട്രെയിനിങ് കൊടുത്തു കൊണ്ടുവന്ന് പരിശുദ്ധാത്മാവിനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ മുഹമ്മദ് വന്നിട്ട് പറഞ്ഞു, ഞാനാണ് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം ഈ ലോകത്തെ മുഴുവനും ഗോത്ര സംസ്കാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. അത് പല ക്രിസ്ത്യാനികൾക്കും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ചില രാഷ്ട്രീയക്കാരും മീഡിയ കയറിയതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന ക്രിസ്തു വഖഫിന്റെ കൂടെയാന്നൊക്കെ തട്ടിവിടുന്നത്. എന്താണ് വചനം പഠിപ്പിക്കുന്നത് ഒരു പിടിയില്ല. നിങ്ങൾക്ക് ഒന്നാമതായി നിങ്ങളുടെ വീട്ടിൽ ഏദൻ തോട്ടം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? നിങ്ങളുടെ സാഹചര്യമാണ് ഏദൻ തോട്ടം. നിങ്ങളുടെ സാഹചര്യം, നിങ്ങളുടെ സാഹചര്യത്തിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ബന്ധങ്ങൾ ദൈവം അറിയാതെ വന്നതൊന്നുമല്ല, ദൈവം സ്ഥാപിച്ചു. ജനകോടിയ ദൈവം ഗോത്ര സംസ്കാരത്തിന് വിട്ടിപ്പോ എപ്പോഴും ഭീകരത എന്നൊക്കെറിയാലോ, വെട്ടും കുത്തും ബോംബുമാണ്. ജർമ്മനിയിൽ കാലിഫേറ്റ് സ്ഥാപിക്കാൻ നടക്കുകയാണ് മറ്റവര്. ജർമ്മനിയിൽ അവർക്ക് യുദ്ധം ചെയ്യാൻ അറിയാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ ദൈവത്തെ ഉപേക്ഷിച്ച് എവിടെയും പോയിക്കോളൂ, ദൈവം നിങ്ങളെ പരസ്പരം വെട്ടിക്കൊല്ലാൻ ഉപേക്ഷിച്ചു കളയും. നിങ്ങൾ കർത്താവിന്റെ രക്തത്തിന്റെ വിലയാൽ നേടിയെടുത്തവരാണ് മനസ്സിലാക്കിയിട്ട് കർത്താവ് പഠിപ്പിച്ച പ്രമാണങ്ങളിലേക്ക് വരൂ. അവൻ പഠിപ്പിച്ച സാമൂഹ്യ ശാസ്ത്രത്തിലേക്കും സാമ്പത്തിക ശാസ്ത്രത്തിലേക്കും രാഷ്ട്രീയ ചിന്തയിലേക്കും പ്രാർത്ഥനാരീതിയിലേക്ക് കടന്നു വരൂ. കർത്താവ് നിങ്ങളെ രക്ഷിക്കും. ഇതിനകത്ത് ഒരാശയമില്ല. ചരിത്രം നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ പണ്ട് അവന്റെ രക്തം ഞങ്ങളുടെയും ഞങ്ങളുടെ മക്കളുടെ മേലും വിലവയ്ക്ക് വീണോട്ടെ എന്ന് പറഞ്ഞ ജനം ഇതുവരെയും കരകയറിയിട്ടില്ല. അവർക്ക് രാജ്യം പോലും കിട്ടിയത് ഈ 1948 മാത്രമാണ്. ഇപ്പൊ ആയിരിക്കുന്ന പ്രധാനമന്ത്രി അയാൾ പ്രോ ക്രിസ്ത്യനാണ്. അതുകൊണ്ടൊരു ചെറിയൊരു ഇംപ്രൂവ്മെന്റ് കാണുന്നുണ്ട്, അത്രേ ഉള്ളൂ. ദൈവപ്രമാണം ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ ഭാവി കാണില്ല. അതുകൊണ്ട് ഇത് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ അന്ത്യമാണ് കർത്താവിന്റെ കുരിശുമരണം. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അർത്ഥവത്തായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ നമ്മളെല്ലാവരും അനുഗ്രഹിക്കാം.